ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡൗ ജോൺസ് 206 പോയിന്റും S&P 49 പോയിന്റും നസ്ഡാക്ക് 207 പോയിന്റും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ മാർക്കറ്റ് ഒരു മിക്സഡ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ് നിഫ്റ്റി 40 പോയിന്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ് നിഫ്റ്റിയും US മാർക്കറ്റും ഒരു പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ മിക്കവാറും ഒരു ഗ്യാപ്പ് അപ്പ് പ്രതീക്ഷിക്കാം. നമുക്ക് ഡേ ചാർട്ടിലോട്ട് പോകാം. ഡേ ചാർട്ടിൽ വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊറോണയ്ക്ക് പോലും ഇത്രയും വലിയൊരു ബെയറിഷ് ഉണ്ടായിട്ടില്ല. പക്ഷേ പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പം കുറവാണ്. അല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 6 ആഴ്ചയായിട്ട് കണ്ടിന്യൂ നെഗറ്റീവ് ട്രെൻഡാണ്. കഴിഞ്ഞ 6 ആഴ്ചയും ക്ലോസ് ചെയ്തിരിക്കുന്നത് നെഗറ്റീവ് റെഡ് ക്യാൻഡിലാണ്. എനിക്ക് തോന്നുന്നത് കൊറോണ സമയത്ത് പോലും ഈ 6 ആഴ്ച നീണ്ടു നിന്നിട്ടില്ല. ഇതാണ് കൊറോണയുടെ സമയത്തുള്ള ചാർട്ട് എന്ന് പറയുന്നത്. അവിടെ ഒരു 4-5 ആഴ്ച കഴിഞ്ഞിട്ട് തന്നെ അവിടെ റിക്കവറി സംഭവിച്ചു. പക്ഷേ ഇപ്പോഴും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു എനിക്ക് തോന്നുന്നു ആ ഒരു ഇന്ത്യ പാകിസ്ഥാൻ്റെ യുദ്ധം വന്നതിന് ശേഷം അവിടെ നിന്ന് താഴോട്ട് വരാൻ തുടങ്ങിയാണ്. ചെറുതായിട്ട് അവിടെ നിന്ന് റിക്കവർ ചെയ്തുവെങ്കിലും പിന്നെ അവിടെ നിന്ന് താഴോട്ട് വരാൻ തുടങ്ങിയതാണ്. എന്തായാലും ഈ ആഴ്ച ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം മാർക്കറ്റ് നിൽക്കുന്നത് ചെറിയൊരു സപ്പോർട്ട് ലെവലിലാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇവിടെ നിന്ന് മിക്കവാറും ഒരു റീട്രേസ്മെൻറ്റിനെങ്കിലും മുകളിലോട്ട് തിരിച്ചു കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. താഴോട്ട് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ 23,708 അതായിരിക്കും മാർക്കറ്റിനടുത്ത് സപ്പോർട്ട് കിട്ടാൻ സാധ്യത ഉള്ളത്. ഫിബ് വെച്ചിട്ട് ഏകദേശം 0.5% റീട്രേസ്മെൻറ്റ് ഏരിയയാണ്. അത് തൊട്ട് 0.618 വരയ്ക്കും 23,248. എന്തായാലും ഒരു 23,700 മാർക്കറ്റിനൊരു സപ്പോർട്ട് കിട്ടാൻ സാധ്യത ഉണ്ട്. ഇപ്പം നിൽക്കുന്ന ഏരിയയിൽ നിന്ന് മാർക്കറ്റ് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ. ഇപ്പം നിൽക്കുന്ന ഇതെന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ് സപ്പോർട്ട് വരുന്നത്. പക്ഷേ മാർക്കറ്റ് ഈ ഏരിയയിൽ കൃത്യമായിട്ട് ഒരു ലെവലിലല്ല മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു വേരിയേഷൻ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്നൊരു വേരിയേഷൻ ഉണ്ടായാലും ഈ ഒരു ഏരിയ വേരിയേഷൻ ഉണ്ടായാലും 50.5% 24,700 മാർക്കറ്റ് അവിടെ നിന്ന് ചിലപ്പോൾ വീക്ക്ലി ക്യാൻഡിലൊക്കെ വിക്ക് വന്നിട്ട് ചിലപ്പം തിരിച്ച് കയറി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പം താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്വിംഗ് സ്റ്റോക്കുകളിൽ ആവറേജ് ചെയ്യാൻ നിൽക്കുന്നവരൊക്കെ മാർക്കറ്റ് 24,700 എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് ഏരിയ ആയിരിക്കും. അപ്പോൾ സ്വിങ് ചെയ്യുന്നവർക്കും ETF-കളിലോട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും 24,700 നല്ലൊരു ഏരിയ ആയിരിക്കും. നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോവാം. ലോവർ ടൈം ഫ്രെയിമിൽ ലോവർ ടൈം ഫ്രെയിമിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ മാർക്കറ്റ് ഈ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഹൈ ടു ലോയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അവിടെ ഒരു മാർക്കറ്റ് ഒരു ലോവർ ലോ ലോവർ ഹൈ പാറ്റേൺ ഫോം ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴോട്ട് വന്നിട്ടുള്ളത്. ഇവിടെ നിന്നൊരു ട്രെൻഡ് ലൈന് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് മാർക്കറ്റ് സപ്പോർട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴോട്ട് വരുന്നത്. ഈ രണ്ട് ട്രെൻഡ് ലൈനും നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒന്നേൽ താഴത്തെ ട്രെൻഡ് ലൈൻ അല്ലെങ്കിൽ മുകളിലത്തെ അവിടെ ഒരു വേരിയേഷൻ വന്നിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ടൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഹൈ കഴിഞ്ഞിട്ട് ഇവിടെ ലോ വരുന്നു, ഇവിടെ ലോ വരുന്നു, പിന്നെ ഒരു ഹൈ വരുന്നു, വീണ്ടും ലോ വരുന്നു, വീണ്ടും ഹൈ വരുന്നു. ഇതെല്ലാം ലോവർ ഹൈകളാണ്. ലോവർ ലോയും ലോവർ ഹൈയുമാണ് ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അടുത്ത് ഇതിൽ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മാർക്കറ്റ് മുകളിലോട്ട് തിരിച്ച് കയറാൻ സാധ്യതയുള്ളൂ. മുകളിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് ഈ ഒരു ഹൈക്ക് ശേഷം പിന്നെ വന്നിരിക്കുന്ന ഹൈ എന്ന് പറയുന്നത് ഈ ഹൈ ആണ്.
ഈ ഹൈ ഏത് ഹൈ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ടാണ് പിന്നീട് റെസിസ്റ്റൻസ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു റെസിസ്റ്റൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു റെസിസ്റ്റൻസിൽ തൊട്ട് മുകളിലാണ് പഴയൊരു ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹൈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹൈ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഈ സപ്പോർട്ടിലാണ്, ഈ റെസിസ്റ്റൻസ് വന്നിരിക്കുന്നത് ഈ സപ്പോർട്ടിലാണ്. അപ്പം ഈ ഹൈ ബ്രേക്കൗട്ട് കിട്ടിയിട്ടില്ല, അതിന് താഴെയാണ് പുതിയ ഹൈ വന്നിട്ടുള്ളത്. ഈ ഹൈയും കട്ടായിട്ടില്ല, അതിന് താഴെ ഈ ഒരു ഹൈ വന്നിട്ടുണ്ട്. അതിന് താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെ റെസിസ്റ്റൻസ് ആയിരുന്നതാണ്, ഇവിടെ സപ്പോർട്ട് ആയിരുന്നതാണ്, ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ടുണ്ട്. ഈ ഒരു സപ്പോർട്ട് പിന്നീട് റെസിസ്റ്റൻസ് ആയി. അപ്പം ഈ ഹൈയും കട്ടായിട്ടില്ല, ഈ ഹൈയും കട്ടായിട്ടില്ല, എല്ലാം ലോവർ ഹൈകളാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. വീണ്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സപ്പോർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും കഴിഞ്ഞ ആഴ്ചയിൽ വെള്ളിയാഴ്ച അവിടെ ഒരു റെസിസ്റ്റൻസ് വന്നു, അവിടെ നിന്നാണ് പിന്നെ മാർക്കറ്റ് വീണ്ടും താഴോട്ട് വീണത്. അപ്പോൾ മാർക്കറ്റ് അടുത്തിനി വരാൻ പോകുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഈ ഒരു സപ്പോർട്ട്, ഇവിടെ നേരത്തെ സപ്പോർട്ട് എടുത്തിട്ടുള്ള ഈ ഹൈക്ക് മുകളിൽ പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ലോവർ ടൈം ഫ്രെയിമിൽ 15 മിനിറ്റ്സിൻ്റെ ലോവർ ടൈം ഫ്രെയിമിൽ ഈ ഹൈക്ക് മുകളിൽ പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മാർക്കറ്റ് അപ് ട്രെൻഡിലോട്ട് പോകത്തുള്ളൂ. ഇവിടെ ചെറിയൊരു ഹൈ ഉണ്ട്, അടുത്ത് ഇവിടെ നിന്ന് മുകളിലോട്ട് ഈ ഒരു ചെറിയൊരു ഹൈ മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടി ഈ ഒരു ലോയ്ക്ക് മുകളിൽ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഡബിൾ ബോട്ടമാണ്. വെള്ളിയാഴ്ചത്തെ ക്ലോസിങ്ങും കഴിഞ്ഞ വ്യാഴാഴ്ച വന്നിരിക്കുന്ന ബോട്ടം എന്ന് പറയുന്നത് ഡബിൾ ബോട്ടമാണ്. അപ്പോൾ ഈ ഡബിൾ ബോട്ടം ഇവിടെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ബയേഴ്സ് മുകളിലോട്ട് കൊണ്ടുപോയിട്ട് ഈ ആഴ്ചയിൽ ഈ ഒരു ഹൈക്ക് മുകളിൽ ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യണം, തിരിച്ച് ഇതിന് മുകളിലൊരു ലോ ക്രിയേറ്റ് ചെയ്യണം. ആ ലോ വീണ്ടും ഇത് കട്ട് ചെയ്തിട്ട് ഈ ഹൈക്ക് മുകളിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അപ് ട്രെൻഡിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആഴ്ചത്തെ വീക്ക്ലി ക്യാൻഡിൽ മിക്കവാറും ഒരു ഗ്രീൻ ക്യാൻഡിലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. ഈ ആഴ്ചത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച താഴോട്ടും ഫുള്ള് സപ്പോർട്ടുകൾ വീക്കാണ്. മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24,500, 24,600, 25,000 വരയ്ക്കും നല്ല റെസിസ്റ്റൻസ് ഉണ്ട്. 25,000 നല്ല റെസിസ്റ്റൻസ് ആയിരിക്കും ഈ ആഴ്ചയിൽ. അപ്പം അത് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രമേ, പക്ഷേ താഴോട്ടുള്ള സപ്പോർട്ടുകളെല്ലാം വീക്കാണ്. മാർക്കറ്റ് ചിലപ്പോൾ 24,500 പോയിട്ട് ചിലപ്പം തിങ്കളാഴ്ച ഓപ്പൺ ഇൻട്രസ്റ്റ് മാറാം. 24,500 ഓപ്പൺ ഇൻട്രസ്റ്റ് കുറയുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ, കോൾ റേറ്റിംഗ് കുറയുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ മുകളിലോട്ട് മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുള്ളൂ. താഴോട്ട് ശ്രദ്ധിക്കണം, താഴോട്ടെല്ലാം വീക്കാണ്. നമുക്ക് ലെവൽസിൽ ഓക്കെ, തിങ്കളാഴ്ചത്തെ ലെവൽസ് എന്ന് പറയുന്നത് 24,400, തിങ്കളാഴ്ച 425 ചെറിയൊരു റെസിസ്റ്റൻസ് ആയിരിക്കും. ഇവിടെ നിന്ന് 15 മിനിറ്റ്സിൻ്റെ ബ്രേക്കൗട്ട് കിട്ടിയാലും, ഈ 425 ചെറിയൊരു ബ്രേക്കൗട്ട് കിട്ടിയാലും ഏറ്റവും സ്ട്രോങ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 24,400, ഈ ഒരു 470 ഏരിയ, 24,470, 24,425, 470, 24,425 മുകളിൽ ഇവിടെ എവിടെ വേണമെങ്കിലും ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാകാം. കാരണം മാർക്കറ്റ് ഇവിടെ കൺസോൾഡേറ്റ് ചെയ്തിട്ടുള്ള ഏരിയ ആണ്. ഈ ഒരു ഏരിയ 24,470 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമേ മാർക്കറ്റിൽ ചെറിയൊരു ബുള്ളിഷിനുള്ള സാധ്യതയുള്ളൂ. അവിടെ 24,470 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് ഒരു 100 പോയിൻറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റെങ്കിലും ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ഒരു പ്രീവിയസ് റെസിസ്റ്റൻസ് സപ്പോർട്ട് നോക്കുക, അത് റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുണ്ട്. 550 ഏരിയ, 24,550 നോക്കാം, 24,550. ഓക്കെ, അത് ടാർഗറ്റ് വെച്ചിട്ട് 24,470 മുകളിലോട്ട് ബ്രേക്കൗട്ട് 15 മിനിറ്റ്സിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,550 ടാർഗറ്റ് വെച്ചിട്ട് മുകളിലോട്ട് എൻട്രി നോക്കാം. താഴെ വരുന്നത് ഈ ഒരു ബോട്ടം ഏരിയ ആണ്. ഈ ഒരു ബോട്ടം ഏകദേശം 24,355, 350 തന്നെയാണ്, 350,
24,350 15 മിനിറ്റ്സിൽ താഴോട്ട് സ്ട്രോങ് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ താഴോട്ട് മാർക്കറ്റ് വീഴാൻ സാധ്യതയുള്ളൂ. മാർക്കറ്റ് എന്തായാലും ഈ ഒരു ഏരിയയിൽ നിന്നൊരു റിക്കവറി പ്രതീക്ഷിക്കാം ഈ ആഴ്ചയിൽ. എങ്കിലും ഇൻട്രാഡേ ലെവലുകൾ കൃത്യമായിട്ട് നോക്കി ഓരോ സപ്പോർട്ടും റെസിസ്റ്റൻസും ബ്രേക്കൗട്ട് കിട്ടുന്നതിനനുസരിച്ച് എൻട്രി എടുക്കാൻ നോക്കുക. ഇന്ന് തിങ്കളാഴ്ച CPR വരുന്നത് വൈഡ് CPR ആണ്. 24,398 തൊട്ട് 24,462 വരയ്ക്കാണ് CPR വരുന്നത്. മാർക്കറ്റ് ഇപ്പോഴത്തെ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻ അനുസരിച്ച് ഈ സൈഡിൽ എവിടെയെങ്കിലും ഒരു ഓപ്പണിങ്ങിനുള്ള സാധ്യതയുണ്ട്. സപ്പോസ് ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് വരുന്നതെങ്കിൽ 24,273 24,296 ഒരു ഗ്യാപ്പ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ താഴെ SL ഇട്ടിട്ട് മുകളിലോട്ട് എൻട്രി നോക്കാം. CPR വരയ്ക്കും 24,388 24,400 ആയിരിക്കും മുകളിലോട്ടുള്ള ടാർഗറ്റ്. CPRൻ്റെ ബോട്ടമാണ് 24,388 24,403 എന്നുള്ളത്. മുകളിലോട്ട് 24,500 ഫസ്റ്റ് റെസിസ്റ്റൻസ്, 24,500 ഫസ്റ്റ് റെസിസ്റ്റൻസ്, 24,500 തൊട്ട് 521 വരയ്ക്കും സെക്കൻഡ് റെസിസ്റ്റൻസ്, 24,680 677. ഇതിനിടയ്ക്ക് നേരത്തെ ഡേ ക്യാൻഡിൽ പറഞ്ഞ ഒരു റെസിസ്റ്റൻസ് വരുന്നുണ്ട് 570. അത് ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം 24,500 523 എൻട്രി മുകളിലോട്ട് എടുക്കുന്നവർ 570 ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കുക. സ്ട്രോങ് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം 680 677 വരയ്ക്കും ഹോൾഡ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.